വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ സന്നാഹ മത്സരം അത് ഇന്നാണ്. ഇന്ന് രാത്രി 8 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ടിവിയിൽ നമുക്ക് കളി കാണാൻ സാധിക്കും. സ്റ്റാർ സ്പോർട്സ് എന്ന ചാനലിലാണ് ലൈവ് ടെലികാസ്റ്റ് ഉള്ളത്. മലയാളി താരം സഞ്ജു ഇന്നത്തെ മാച്ചിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ബംഗ്ലാദേശ് മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ പരിശീലന മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂയോർക്ക് പിച്ച് എങ്ങനെയാണെന്നത് ഇന്നത്തെ മത്സരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആരൊക്കെ ഫോമാകും, ആരൊക്കെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറണമെന്ന് ഇന്ന് തീരുമാനിക്കാം. ഇന്ത്യയുടെ ഒരുവിധം എല്ലാ താരങ്ങളും ഇന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ വിരാട് കോഹ്ലി മാത്രം ഇന്നത്തെ മാച്ചിൽ കളിക്കില്ല. അതുകൊണ്ട് സഞ്ജുവിന് ഒരവസരം കിട്ടും. ഓപ്പണിങ്ങിൽ പതിവ് പോലെ തന്നെ രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. സഞ്ജുവിന് വൺ ഡൗണിൽ തന്നെ കളിക്കാൻ സാധിക്കും. 4 നമ്പർ സൂര്യയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. അവിടെ മറ്റാർക്കും തന്നെ ചാൻസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ പാണ്ഡ്യ, ഋഷഭ് പന്ത് ടീമിലുണ്ടായിരിക്കും. മികച്ചൊരു പ്ലേയിങ് ലെവനാണ് ഇന്ത്യ ഇന്നത്തെ മാച്ചിൽ ഇറക്കാൻ പോകുന്നത്. കാരണം ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളിയല്ല. പക്ഷേ ഇന്ത്യക്ക് ഇന്നത്തെ മാച്ചിലെ പ്രകടനം വിലയിരുത്തണം. എന്നാൽ മാത്രമേ വേൾഡ് കപ്പിലെ ആദ്യ കളി ഇന്ത്യക്ക് മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കൂ. ബംഗ്ലാദേശ് മികച്ചൊരു ടീമിനെയാണ് വേൾഡ് കപ്പിൽ അണിനിരത്തുന്നത്. അവർക്കെതിരെ ഇന്ത്യ നല്ല കളി പുറത്തെടുക്കും. പക്ഷേ ബംഗ്ലാദേശ് ടീമിനെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. ഏത് നിമിഷവും അടിച്ചു താർക്കാൻ പറ്റുന്ന താരങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഇന്ന് ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ലെവൻ നോക്കാം. രോഹിത്, ജയ്സ്വാൾ, സഞ്ജു, സൂര്യ, പാണ്ഡ്യ, ജഡേജ, കുൽദീപ്, ഋഷഭ് പന്ത്, ഹർഷദീപ് സിംഗ്, ബുംറ, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് ലെവൻ. സഞ്ജുവിന് വൺ ഡൗണിൽ ഇറങ്ങുന്നതുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവസരം കിട്ടും. ഇനിയൊരു പക്ഷേ ലാസ്റ്റ് നിമിഷം സഞ്ജുവിനെ ഒഴിവാക്കുമെന്നത് വ്യക്തമല്ല. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് കോഹ്ലിക്ക് പകരം സഞ്ജുവാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ഇന്ത്യ ജയിക്കുമോ ബംഗ്ലാദേശ് ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.